ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവിക തേജസ്സിനാൽ ദൈവിക വിടുതലിനാൽ നിറയ്ക്കാൻ സർവശക്തനായ ദൈവത്തിന് സാധിക്കും. ദൈവത്തെ മുൻനിർത്തി നമ്മൾ യാത്ര ചെയ്യുക. കർത്താപ്പച്ചൻ നമ്മുടെ കരത്തെ പിടിച്ചിട്ടുണ്ട്. ആ കരം കരത്തെ മുറുകെ പിടിച്ച് നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ യാത്ര ചെയ്യുക. ആ യാത്രയിൽ ഇപ്പോഴും നമ്മുടെ കൂടെ ഇരിക്കുന്നത് ആരാണ്? ദൈവമാണ്. ഉറങ്ങാതെ മയങ്ങാതെ നമ്മുടെ കൂടെ ഇരിക്കാൻ കഴിവുള്ള ആളാണ് ദൈവം. അപ്പോൾ ഒരു ദൈവ പൈതൽ ദൈവ പൈതൽ ദൈവത്തിൻ്റെ വചനം വായിക്കണം, പ്രാർത്ഥിക്കണം, ആരാധിക്കണം, ദൈവസന്നിധി കടന്നു പോകണം, ദൈവവചനം വായിക്കണം, കേൾക്കണം. ഇതൊക്കെ ഒരു ദൈവ പൈതൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളായ നമ്മളെ ഓരോരുത്തരെയും നിലനിർത്തുകയും അല്ലെങ്കിൽ ജീവിതയാത്രയിൽ കരം പിടിച്ച് വഴി നടത്തുകയും ചെയ്യുന്നത് ആരാണ്? ദൈവമാണ്. അതാണ് ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. അതായത് ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളൊക്കെ നമ്മൾ വെട്ടി കളയുമല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മളെപ്പോഴും ഫലം കായ്ച്ചുകൊണ്ടിരിക്കണം. എന്ത് ഫലമാണ് നമ്മുടെ ആത്മീയമായ ഫലങ്ങളാൽ നിറഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോകണം. നമ്മൾ വെളിയിലോട്ടൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് കർത്താവിനെക്കുറിച്ച് പറയണം. അതിനൊരു മനസ്സ് നമുക്ക് കിട്ടണം. അതാരാ തരുന്നത്? ദൈവമാണ് തരുന്നത്. അപ്പോൾ നമുക്ക് ഒരു വലിയൊരു പ്രയാസത്തിലിരിക്കുന്ന ഒരാൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ആളുടെ നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ, ഒരു ആശ്വാസ വാക്ക് പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അത് എന്നേക്കും നിലനിൽക്കുന്ന ഒരു സന്തോഷമാണ്. ലോകത്തിൻ്റെ വെളിച്ചം ആര്? നമ്മുടെ രക്ഷകനാണ് ലോകത്തിൻ്റെ വെളിച്ചം. അതാണ് കർത്താവ് ആണ്. വഴിയും സത്യവും ജീവനും ആണ് ദൈവം. അപ്പോൾ നമ്മൾക്ക് വഴികാട്ടിയായി നമ്മുടെ കൂടെ ഇരിക്കാൻ ആർക്ക് സാധിക്കും? നമ്മുടെ രക്ഷകന് സാധിക്കും. അതാണ്. അപ്പോൾ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അനുസരണം, വിനയം, ഇതൊക്കെ തരുന്ന വിശ്വാസം. അതാണ്. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, ദൈവനീതിക്കായി കണക്കിട്ടു. അതുപോലെ തന്നെ വസ്ത്രത്തിൻ്റെ തൊങ്ങെല്ലാം തൊട്ടപ്പോഴാണ് ആ സഹോദരിക്ക് സൗഖ്യം ലഭിച്ചത്. അതൊക്കെ വലിയ സൗഖ്യമാണ്. ലാസറിനെ ആര് ഉയർപ്പിച്ചു? ദൈവം ഉയർപ്പിച്ചു. സഹോദരിമാർ ഭയങ്കരമായിട്ട് വിഷമിച്ചു. പക്ഷേ അവരുടെ വിഷമത്തെ ദൈവം തമ്പുരാന് മാറ്റിക്കളയുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഓരോ വിഷയത്തിന്മേൽ വിഷമിച്ചിരിക്കുമ്പോൾ ആ വിഷമത്തെ നീക്കം ചെയ്യാൻ ആർക്ക് സാധിക്കും? ദൈവത്തിന് സാധിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ ആര് സുരക്ഷിതരാണ്? നമ്മൾ ഓരോരുത്തരും സുരക്ഷിതരാണ്. എല്ലാവരും ആയിരിക്കുന്നിടത്ത് കർത്താവിൻ്റെ കൃപകളാൽ എല്ലാവരും ദൈവം നിറയ്ക്കട്ടെ. സന്തോഷത്തോടു കൂടി ദൈവമുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യുക. ആ ദൈവത്തിൻ്റെ നൽവരങ്ങളാൽ കൃപകളാൽ നിറയ്ക്കാൻ സർവശക്തനായ ദൈവത്തിന് സാധിക്കും. പുത്തൻ അഭിഷേകത്തെ നിറയ്ക്കാൻ സർവശക്തനായ ദൈവത്തിന് സാധിക്കും. പുതിയ നന്മകളെ നിറയ്ക്കാൻ കർത്താവിന് സാധിക്കും. ആത്മീയ നൽവരങ്ങളെ നിറയ്ക്കാൻ ദൈവത്തിന് സാധിക്കും. ദൈവത്തിൻ്റെ മാറി ചാരി ഓരോരുത്തരും യാത്ര ചെയ്യുക. ഒരു കൊച്ചു കുഞ്ഞ് അതിൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും കരത്തെ പിടിച്ചോണ്ട് കിടക്കുമ്പോൾ അത് വലിയൊരു സന്തോഷം. എനിക്കൊരു പ്രയാസം വരില്ല, ഞാൻ എൻ്റെ അപ്പൻ്റെ അമ്മയുടെ കരത്തിലാണ് മുറുകെ പിടിച്ചിരിക്കുന്നത്. അതുപോലെ നമ്മുടെ കർത്താവിൻ്റെ കരത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും യാത്ര ചെയ്യുക. ദൈവത്തിൻ്റെ കൃപകളാൽ ദൈവം നമ്മളെ നിറയ്ക്കും. രക്തം കൊണ്ട് മുദ്രയിട്ട് സൂക്ഷിക്കും. എളുവും ബലവും ദൂതന്മാരെ കാവലർത്തും. നമ്മൾ ഏത് സ്ഥലത്താണെങ്കിലും എവിടെയാണെങ്കിലും കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഇരിക്കും. അതാണ്. ദൈവം നിന്നെ കൈവിടുകയില്ല, ദൈവം നിന്നെ കാണാതിരിക്കില്ല, ദൈവം കണ്ണുനീർ മാറി കടന്നു പോകുകയില്ല, ദൈവം അത്ഭുതം പ്രവർത്തിക്കുവാൻ മടിക്കുകയില്ല. നീ ദൈവത്തോട് നിലവിളിച്ചാൽ, നീ ദൈവത്തോട് പ്രാർത്ഥിച്ചെന്നാൽ ദൈവം താഴേക്ക് ഇറങ്ങി വരും, വന്നു നിന്നോട് ചേർന്ന് നിൽക്കും. ഇപ്പം നമ്മോട് ചേർന്ന് പറ്റിച്ചേർന്ന് നിൽക്കും. ആര്? നമ്മുടെ അരുമ രക്ഷകന്. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. നിങ്ങളും എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങളാരും എനിക്ക് അറിയത്തില്ലെങ്കിലും നിങ്ങളെല്ലാവരും സമർപ്പിച്ച് ഞാനും പ്രാർത്ഥിച്ചോളാം. ഗോഡ് ബ്ലെസ് യു.